ஒத்திக்கோ தென்னாட்டு வெங்கதான் ஒத்துக்கோ ஒத்துக்கோ அண்ணாத்தே ஆடுறார் ஒத்திக்கோ ஒத்திக்கோ அதென்னாட்டு வெங்கதான் ஒத்துக்கோ ஒத்துக்கோ காட்டோரும் மேயும் குறும்பாடு அத போட்டாதான் நமக்கு சாப்பாடு காட்டோரும் மேயும் குறும்பாடு அத போட்டாதான் நமக்கு சாப்பாடு சிறுனா சிறுவன் கிருனா கிருவன் அண்ணாத்தே ஆடுறார் ஒத்திக்கோ ஒத்திக்கோ தென்னாட்டு வெங்கதான் ஒத்துக்கோ ஒத்துக்கோ அண்ணாத்தே ஆடுறார் ஒத்திக்கோ ஒத்திக்கோ அதென்னாட்டு வெங்கதா ஒத்துக்கோ ஒத்துக்கோ அதென்னாட்டு வேங்கதா அண்ணாட்டே ஆடுறார் போடு தென்னாட்டு வேங்கதா ஒரு துப்பாக்கி கையில் எடுக்காதே எந்த தொட்டாவும் என்ன தொலைக்காதே அண்ணாத்தே ஆடுறார் ஒத்திக்கோ ஒத்திக்கோ தென்னாட்டு வேங்கதா ஒத்துக்கோ ஒத்துக்கோ அண்ணாத்தே ஆடுறார் அதென்னாட்டு வேங்கதா காட்டோரும் மேயும் குறும்பாடு அத போட்டாதான் நமக்கு சாப்பாடு காட்டோரும் மேயும் குறும்பாடு அத போட்டாதான் நமக்கு சாப்பாடு சிறுனா சிறுவன் கிருனா கிருவன் அண்ணாத்தே ஆடுறார் ஒத்திக்கோ ஒத்திக்கோ தென்னாட்டு வேங்கதா ஒத்திக்கோ ஒத்திக்கோ அண்ணாத்தே ஆடுறார் ஒத்திக்கோ ஒத்திக்கோ தென்னாட்டு வேங்கதா ஒத்திக்கோ ஒத்திக்கோ എന്തോ കിടിലൻ 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 പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. അടിപൊളിയായിരുന്നു. നിന്റെ എനർജി, നിന്റെ ഡാൻസ് എല്ലാം അടിപൊളി അല്ലേ? പിന്നെ എടി കൊച്ചു കൊള്ളി സുന്ദരിയായിരുന്നല്ലോ ഇടയ്ക്ക്. അവന്റെ ആക്ഷൻ കണ്ടു. എങ്ങനെയായിരുന്നു? നമ്മുടെ കമലഹാസൻ സാറിന്റെ റെഫറൻസ് ഒക്കെ കുറെ നേരം ഇരുന്ന് കണ്ടോ? ഓ തോനെ ഇരുന്നുണ്ട്. തോനെ കണ്ടാ? തോനെ ഇരുന്ന് കണ്ടു ഞാൻ. എന്നിട്ട് കളിച്ച് സ്റ്റെപ്പൊക്കെ ഷാവുലേട്ടൻ പഠിപ്പിച്ചു. നിനക്ക് ചമ്മ സാധാരണ പൊതുവെ കുറച്ച് അമ്മലുണ്ടല്ലോ നിനക്ക് സ്റ്റേജിൽ വന്ന്. ഇപ്പൊ ഡാൻസ് റൗണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? ഓ കളിക്കണമെന്ന് തോന്നി. കളിക്കണം തോന്നി. പക്ഷെ മോൻ കളിച്ചാ? ഓ
കളിച്ചു, ഇടയ്ക്ക് കെതിച്ചു, ഇടയ്ക്ക് അവൾക്ക് അല്ല അറിയാം. ഇടയ്ക്ക് ശ്രുതി പോയി. ഇവിടെ എന്ത് ഭയങ്കര ലെവലിൽ വളർന്നു. ഇനിയിപ്പോ നിങ്ങളുടെയൊക്കെ ജോലി ഞാൻ എടുക്കേണ്ടി വരുമോ? മിക്കാറും എല്ലാ ജോലിയും എടുക്കുന്നുണ്ടല്ലോ. അതെ, എന്താ ചെയ്യാനാ, ആങ്കറായി പോയില്ലേ. നമുക്കേ അർജുനോട് ഒരു റാമ്പ് വോക്ക് വെക്കാം. നമുക്കൊരു നടന്നു. റെഡി? Hold me, hug me, kiss me, kill me, God, the valley, just lock me. Take me, tell me, take me, take me, I say, Lala, just rock me. റിയലി അപ്രീഷിയേറ്റ് മക്കളെ. സാരി ഒരുക്കോ? ഓക്കെ, ഇനി നമുക്ക് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഷാനിക്ക. അർജുനെ, എന്തോ നല്ലതായിരുന്നടാ. താങ്ക് യു സാർ. എനിക്ക് ചില പ്ലാൻസിന്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ചെറിയ ഒരു 1-2 ഡൗട്ട് ഉണ്ട്. ബട്ട് അനുപല്ലവിയുടെ എൻഡ് ആയപ്പോഴേക്കും നിന്റെ ഗ്യാസ് കംപ്ലീറ്റ് പോയി എന്ന് മനസ്സിലായി. പിച്ച് വേറെ വഴിക്ക്, ശ്രുതി വേറെ വഴിക്ക്, അങ്ങോട്ടൊക്കെ ആയി. ഞാൻ പറയില്ല, ഇത് ആക്ടിവിറ്റീസ് ഒക്കെ നല്ല തന്നെ. പക്ഷെ നമ്മൾ സ്മാർട്ടായിട്ട് അതൊന്ന് മാനേജ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. കാരണം അൾട്ടിമേറ്റ്ലി പാട്ട് കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. ഇപ്പൊ സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ കുറേ അപകടങ്ങൾ അവിടെ ഇവിടെ ഒക്കെ പറ്റിയിട്ടുണ്ട്, കുറച്ച് വീഴ്ചകൾ അവിടെ ഇവിടെ ഒക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ എനർജി ലെവൽ അടിപൊളിയായിരുന്നടാ. താങ്ക് യു സാർ. മറ്റേ സാരി കൊണ്ടുള്ള ഇതും അതെല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അർജുനെ. താങ്ക് യു ആ ഒരു സംഭവമൊക്കെ മാറി, ആ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ മാറി. ഇതിപ്പം അടുത്തൊരു വേർഷൻ 2.0 ആയി വന്നിട്ടുണ്ട് അർജുൻ. അല്ല, ഇത്രയും ചമ്മൽ മാറണ്ടായിരുന്നു തോന്നി ആ റാമ്പ് വാക്ക് കണ്ടോ. അതെ അതെ അതെ, അത് വല്ലാത്ത റാമ്പ് വാക്ക് ആയി പോയത്. നല്ല സോങ് സെലക്ഷൻ, അതും കൂടി പറയട്ടെ. പിന്നെ കമലഹാസൻ പറയണ്ടല്ലോ ഡാൻസില്. പിന്നെ ഈ സിനിമ അപൂർവ സഹോദരങ്ങൾ, എന്തൊരു സിനിമയാണ് അത്. ഹോ, വല്ലാത്തൊരു സിനിമ. രാജാസറിന്റെ കമ്പോസിഷൻ. ആരാ എഴുതിയത്? സാർ. പാടിയത് SB ബാലസുബ്രഹ്മണ്യൻ സാർ. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ വലിയൊരു പാട്ടാണ്, കോറസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ബാക്കിംഗ് ആയിരുന്നു. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടായിരുന്നു കേട്ടോ അർജുനെ. പാട്ട് കുറച്ച് വിട്ടേക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ചേച്ചി ചക്രേ. എന്തോ നല്ല സോങ് സെലക്ഷൻ ആണ്. ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ചാലഞ്ചിന് വേണ്ടി. അതൊക്കെ ആ ഡാൻസ് പ്ലാൻസ് ഒക്കെ അസലായിരുന്നു കേട്ടോ. ഇറ്റ്സ് നോട്ട് ഈസി. ആണ് ഇടയ്ക്ക് ഒന്ന് സാരിയിട്ട് ഇങ്ങനെ ചെയ്ത് 3 വാക്ക് ചെയ്ത് പിന്നെ വീണ്ടും വെച്ച്, ഇതൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ആണ് ഫ്രം സിംഗിങ്. പക്ഷെ അതൊക്കെ മോൻ നല്ലോണം ചെയ്തു. പാട്ട് തുടങ്ങിയപ്പോൾ നന്നായിരുന്നു കേട്ടോ. പക്ഷെ അത് ഈ താര തമ്പട്ടെന്ന് പിന്നെ ആ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിച്ചു. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയേണ്ടത്, ഇങ്ങനത്തെ ഒരു എന്ത് പറയാൻ, നമ്മളൊരു ഡപ്പാങ്കുത്ത് സോങ്ങിന് പറയുന്നല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വാക്കുകൾ പറയുന്ന രീതി, അത് കുറച്ചുകൂടി എല്ലാ വാക്കും ഒന്ന് കടിച്ച് ഇങ്ങനെ പറയണം. അപ്പൊ തന്നെ അതിൻ്റെ ഇപ്പൊ അണ്ണാത്ത ആടുറ ഒത്തിക്കോ ഒത്തിക്കോ എന്നാത്ത അങ്ങനെ എല്ലാ വാക്കും നമ്മൾ സ്ട്രെസ് ചെയ്ത് പാടുന്നതാണ്. അപ്പൊ തന്നെ നമുക്കത് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ ഈ ടെമ്പോ അല്ലേ, അത് ചരണത്തിലെ താളാതം പട്ട ആ ഒരു റിതമിന്റെ ഫീൽ അല്ലേ, അതൊന്നും മനസ്സിലാക്കണം. ഇറ്റ്സ് നോട്ട് എ മെലഡി. താരോ തമ്പട്ടോ കിട്ടട്ടോ വെട്ടോ താനാ, അത് മെലഡി സോങ് ആണ്. താരോ തമ്പട്ടോ പിക്കട്ടോ തെട്ടോ അങ്ങനെ പാടുന്നതാണ് ഈ പാട്ടിന്റെ ഒരു ജോണറിന് നമ്മൾ പറയുന്നത്. എനിക്ക് തോന്നി മോന്ന് കുറച്ചുകൂടി ഇതൊരു മെലഡി സോങ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഇതൊരു അടിപൊളി പാട്ടായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ഒന്ന് ഈ പല്ലവിയെങ്കിലും എനിക്കൊന്ന് ആ ഒരു ഗ്രിപ്പോട് പാടാൻ പറ്റുമോ? എല്ലാ വാക്കുകളും ഒന്ന് നല്ലോണം ടൈറ്റായിട്ട് പറഞ്ഞ്. അത് വളരെ അണ്ണാത്തെ ആടുറാർ ഒത്തിക്കോ ഒത്തിക്കോ തെന്നാട്ട് വേഗതാ ഒത്തിക്കോ എല്ലാം ആ ഒരു ഫുൾ എനർജി എല്ലാ സിലബിലും ഉണ്ടാവണം. അതാണ് ഈ അടിപൊളി പാട്ട് പാടുന്ന ഒരു സ്റ്റാമിന ലെവൽ അല്ലേ? അങ്ങനെ പോരട്ടെ. അണ്ണാത്തെ ആടുറാർ ഒത്തിക്കോ ഒത്തിക്കോ തെന്നാട്ട് വേഗതാ ഒത്തുക്കോ ഒത്തുക്കോ. അപ്പൊ കുറച്ചുകൂടി എനർജി വേണമല്ലേ? ഒത്തുക്കോ. പിന്നെ അങ്ങനെ തന്നെ ചരണം പാടാമോ? അതിന്റെ ടെമ്പോ, ആ ടെമ്പോ ഒന്ന് വായിക്കാമോ? അതിന്റെ ഒരു
മതിയും. പക്ഷെ ഈ പാട്ടില് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പാടിയാ അത് പോരാ. പോരാ. താരാതം പട്ടം തട്ടട്ട കൊട്ടട്ട നാനാട ഹോ നാനാട ഹോ ഫസ്റ്റ് അതല്ലേ. പിന്നെ നേരോ തിക്കട്ടോ സൊക്കട്ടോ നിക്കട്ടോ പോവാരോ പോടത്താ. അതുവരെ നമുക്ക് അങ്ങനെ ഒരു ബ്രെത്തിന്റെ കണ്ടിന്യൂസ് ഒരു പവർ വേണം. ഇത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. അതൊന്ന് പ്രാക്ടീസിലാണ്, സാധകമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ബട്ട് ഗ്രേറ്റ് അറ്റംപ്റ്റ് അർജുൻ. ഇറ്റ്സ് നോട്ട് ഈസി. ഒരുപാട് ക്യൂട്ടായി സ്റ്റെപ്സ് ചെയ്തു. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ത് സ്റ്റെപ്പ് ഉലകനായകൻ ചെയ്ത എല്ലാ സ്റ്റെപ്സും ചെയ്തു. താങ്ക് യു ചേച്ചി. ശരത് സാർ മോനെ ഉഗ്രം പാട്ടടാ. നല്ല എന്താ പറയുക, ഈ ഒരു റൗണ്ടിന് പറ്റിയ പാട്ടാണ് മക്കൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് പ്രധാനമായിട്ടും മോനെ ഈ അനു പറഞ്ഞില്ലേ, ഈ അക്ഷരങ്ങൾ പറയുന്ന അണ്ണാത്ത എന്ന് തന്നെ പറയണം. അണ്ണാത്തേ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു വികാരം പോവും. പിന്നെ ആ ഗ്രൂവ് മോനെ ആ താളം അവിടെ ഇവിടെ കുഴപ്പമുണ്ടായിരുന്നു. ഇത് ടെലികാസ്റ്റ് വരുമ്പോൾ കേട്ട് നോക്കുക. എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പാടണ്ടേ. അടതാരത്തം തട്ടം തെറ്റാരി നീനാരേ ഹോയ് തീരെ ആ ഒരു ആ സാധനം നമ്മൾ പാടുമ്പോഴും ഉണ്ടാവണം. ആക്ച്വലി ശരത്തേറ്റ് പറയുമ്പോ എനിക്ക് തോന്നുന്നു വാക്കുകളെ ഇങ്ങനെ പറഞ്ഞു നോക്കണം. പറഞ്ഞോ എന്ന് പറയുമ്പോ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. മോനെ നീ ചെയ്ത ആക്ടൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. ഡാൻസ് അതെല്ലാം വണ്ടർഫുൾ. ആ ഗ്രൂവിലേക്ക് നീ അങ്ങോട്ട് വീണില്ല. എന്ന് പാടി നമ്മൾ കരയും. അതെ, സത്യം. എന്ന് പാടുമ്പോ കിട്ടുന്നൊരു അതൊരു ഗ്രിപ്പ്. അത് വേണം മോനെ എപ്പോഴും. ആ ഗ്രൂവിനോട് നമ്മൾ ഒരു ന്യായമായിരിക്കണം മക്കളെ. അതുകൊണ്ട് പറഞ്ഞാൽ നീ ഒരു ഉഗ്ര ആളാണ്. അപ്പൊ എന്തൊക്കെയാലും മക്കളെ നന്നായിരുന്നു. ഈ പാട്ട് നീ ഒന്ന് ശരിയാക്കണം അവിടെ. അത് ഇങ്ങോട്ട് വന്ന് കയറിയില്ല, അതാണ് സത്യം. ബാക്കി എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത്ര വിളിച്ചക്കരെ. ലവ് യുടാ മുത്തേ. താങ്ക് യു ശരത് സാർ. ഓക്കെ അർജുന് നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ മോനെ, നിനക്ക് ഞാൻ ഒരു 8.4 മാർക്സ് തരും. താങ്ക് യു ശരത് സാർ. ഷാനിക്ക ഞാനൊരു 8.3. Okay, so total 16.7. Thank you. All the best.